ഹലോ, ഇത് എവിടെയാണെന്നറിയാമോ? വെറ്റ്ലാൻഡ്, ഹരിപ്പാട് വെറ്റ്ലാൻഡിലാണ് ഞങ്ങളുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്, നമ്മുടെ നിധി മോളുടെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ പർച്ചേസിങ്ങിന് വന്നതാണ്. അപ്പൊ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട്. വെറ്റ്ലാൻഡിൽ കുറേ കടകളിൽ കയറിയത് വെച്ചിട്ട് എനിക്ക് നല്ല റേറ്റും കുറവായിട്ട് തോന്നിയിരുന്നു. ഞങ്ങൾ ഓണത്തിനൊക്കെ വെറ്റ്ലാൻഡിലാണ് പോവാറുള്ളത്. അപ്പൊ നമ്മുടെ നിധിമോൾക്ക് 1 വയസ്സാവാൻ പോവുകയാണ് കേട്ടോ. ശരിക്കും പെട്ടെന്നാണ് കേട്ടോ കുഞ്ഞിന് 1 വയസ്സായത്. കണ്ണടിച്ച് തുറക്കുന്ന വേഗത എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അപ്പൊ കുഞ്ഞിന് നല്ലൊരു ഫ്രോക്ക് എടുക്കണം. പിന്നെ അതേ കളറിൽ എനിക്കും രാഹുലേട്ടനും ദച്ചൂസിനും എടുക്കണം. അങ്ങനെയാണല്ലോ ഇപ്പം ഒരു കുഞ്ഞി ഫാമിലി ഒരേ കളറിൽ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അപ്പൊ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ നോക്കുക. ഈ ശരിക്കും പെൺകുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. എല്ലാം അങ്ങ് നമുക്ക് വാരിക്കോരി എടുക്കാൻ തോന്നും. എല്ലാം അവക്ക് ഇണങ്ങുമെന്നും അങ്ങ് തോന്നുമായിരുന്നു. പിന്നെ ആളലമ്പാണ്. അവക്ക് അങ്ങ് ഓടി എഴഞ്ഞെഴഞ്ഞ് നടക്കണം. അതിന് വിടാത്തതിനാണ് എൻ്റെ കയ്യിലിരുന്ന് മഹാ അലമ്പാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി കളേഴ്സ്, ബ്ലൂ, യെല്ലോ, പീച്ച്, റോസ്, റെഡ്, എല്ലാം നല്ല കളേഴ്സ്. ബ്ലാക്കും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ബ്ലാക്കൊന്നും അങ്ങനെ ആരും ബർത്ത്ഡേക്ക് എടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഒടുവിൽ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു കുഞ്ഞിന്. ഏതാ കളർന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അവർക്ക് ഏത് കളറായിരിക്കും സെലക്ട് ചെയ്തത്? എൻ്റെ സെലക്ഷൻ ആയിരുന്നു. ഏതാണ് സെലക്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ദച്ചൂട്ടൻ ബോയ് അല്ലേ, അപ്പൊ അവന് ഞാൻ എപ്പോഴും വിചാരിക്കും കൂടിപ്പോയാൽ എന്താ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷർട്ട്, അതേ ഉള്ളൂ. ഒരു പാൻറ് ഉണ്ടെങ്കിൽ ഒരുപാട് ഷർട്ടിന്റെ കൂടെ ടീഷർട്ടിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്ത് നമുക്ക് അവരെ നല്ലപോലെ കൊണ്ട് നടക്കാം. പക്ഷെ പെൺകുഞ്ഞുങ്ങൾക്കാണ് നല്ല നല്ല ഡ്രസ്സുകളുടെ കളക്ഷൻസ് ഉള്ളത് അല്ലേ. എനിക്ക് ശരിക്കും ഇവർക്ക് പാവാടയും ഉടുപ്പും നല്ല നല്ല ഫ്രോക്കും ഒക്കെ വാങ്ങിച്ചു കൂട്ടാൻ തോന്നും. നമുക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാൻ ദച്ചൂസ് ഉണ്ടായപ്പോൾ മിസ് ചെയ്തത് തന്നെ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ. അവന് പ്രത്യേകിച്ച് ഒന്നും വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലാന്ന് തോന്നാറുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ തുടർന്നും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.